എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഡോമർ വില്ലനെ കാണിക്കുന്നു. അവൻ ചീട്ടൊക്കെ കളിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുമ്പോ അവന്റെ അടുത്തേക്ക് ആ ഒരു ഗീറാം വില്ലൻ അവൻ കടന്നു വരും. ആക്ച്വലി ഇവനൊരു ഏജന്റ് ആണ്. ഡോമർ വില്ലൻ ആവശ്യമായിട്ടുള്ള മറ്റ് വില്ലന്മാരെ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഇവന്റെ ഇപ്പോഴത്തെ പ്രധാന ജോലി. ഡോമർ വില്ലൻ അവൻ ആ ഏജന്റിനെ കണ്ട ഉടനെ ഇനി നമ്മുടെ ടേൺ ആണ്, അതുകൊണ്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കണമെന്ന് അവനോട് പറയും. കട്ട് ചെയ്താ ഇപ്പൊ US സ്കൂൾ കാണിക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരുപാട് നാള് കളിച്ചും പഠിച്ചും ട്രെയിനിങ് എടുത്തും ഇപ്പൊ ഫസ്റ്റ് സെമിസ്റ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും കാത്തിരുന്ന ആ ഒരു സമ്മർ ട്രെയിനിങ്, അതിനുവേണ്ടിയാണ് ഇപ്പൊ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ കണ്ണാടി പയ്യൻ പറയും, ഈ ഒരു ട്രെയിനിങ് അത് ഭയങ്കര ടഫാണ്. ഇത്രയും നാളും ചെയ്തതിനെ കഴിഞ്ഞും വലിയൊരു ട്രെയിനിങ് ആണിത്. ആരൊക്കെ ആത്മാർത്ഥമായിട്ട് ഒരു സൂപ്പർ ഹീറോ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു ട്രെയിനിങ് എടുക്കണം. അത് കേട്ട് ഡോറ പെണ്ണ് എനിക്കും സൂപ്പർ ഹീറോ ആവണമെന്ന് പറഞ്ഞ് ഓടി വന്ന് നമ്മുടെ ഇസുക്ക് പയ്യന്റെ നെഞ്ചത്തേക്ക് കയറി അങ്ങനെ നിൽക്കും. അവളുടെ നിൽപ്പും നോട്ടവും കാണുമ്പോ നമ്മുടെ ചെക്കനാണെങ്കിൽ ആകെ വേർക്കാൻ തുടങ്ങും. നമ്മുടെ ചെക്കൻ നാണക്കാരനാ, അവൻ കണ്ണുപൂട്ടി അങ്ങനെ നിൽക്കാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി അവന്റെ തൊട്ടടുത്ത് വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ ആൾക്കാരെ കളിയാക്കുന്ന ആ ഒരു ചെക്കൻ അവനിപ്പോ അവിടേക്ക് വന്ന് വീണ്ടും നമ്മുടെ ആൾക്കാരെ കളിയാക്കാൻ തുടങ്ങും. അത് കണ്ട് അവന്റെ ബാച്ചിലുള്ള പെണ്ണ് അവന്റെ തലക്കിടിച്ച് അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് മുൻപോട്ട് പോവും. ഇവിടെ കണ്ണാടി പയ്യൻ അവനിപ്പോ വിളിച്ചു പോവും, ഓൾറെഡി നമ്മൾ ഒരുപാട് ലേറ്റ് ആണ്, ഇനിയും ഡാൻസ് കളിച്ച് ടൈം കളയാതെ വേഗം ബസ്സിൽ കയറ്. ബസ്സിൽ കയറി ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് ഹായ് ആയിട്ട് മുൻപോട്ട് പോവും. മാസ്റ്ററിനാണെങ്കിൽ ഇത് തീരെ പിടിക്കില്ല. പക്ഷെ കുഴപ്പമില്ല, ട്രെയിനിങ് സമയത്ത് ഇനി ഇവർക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവര് എൻജോയ് ചെയ്തോട്ടെ എന്ന് കരുതി മാസ്റ്റർ മിണ്ടാതെ അങ്ങനെ കാമായിട്ടിരിക്കും. ബസ് കുറച്ചു നേരം മുൻപോട്ട് പോയതിനു ശേഷം എല്ലാവർക്കും റീഫ്രഷ് ആവാൻ ഒരു പ്രത്യേക സ്ഥലത്ത് നിർത്തും. മിനട്ട പയ്യനാണെങ്കിൽ അവൻ ഓരോ മിനിറ്റും യൂറിൻ പാസ് ചെയ്യണം, ബാത്റൂമിൽ പോണം എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇപ്പോഴാണ് അവൻ അതിനൊരു ചാൻസ് കിട്ടിയത്. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും കാര്യമൊക്കെ സാധിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുമ്പോ പുസി ക്യാറ്റ് എന്ന് പേരുള്ള നല്ല അടിപൊളി ചുന്ദരികള് ഇപ്പൊ അവിടേക്ക് വരും. മിനട്ടപ്പയ്യനാണെങ്കിൽ അവരെ കണ്ടപ്പോ തന്നെ ഫ്ലാറ്റ്. അപ്പൊ അവരെ കണ്ട് മാസ്റ്റർ പറയും, നിങ്ങൾ ട്രെയിനിങ് എടുക്കാൻ പോകുന്നത് അവരുടെ കൂടെയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ആക്ച്വലി ഹിൽ റെസ്ക്യൂ, ജംഗിൾ റെസ്ക്യൂ എന്നിങ്ങനെ ഒരുപാട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിലെ ഒരു ചുന്ദരി പെണ്ണ് അവർക്ക് കാടിന് നടുവില് ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുക്കും. നമുക്ക് പോവേണ്ടത് അവിടേക്കാണ്, അവിടെ വെച്ചാണ് ട്രെയിനിങ്. ആ സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർ ഷോക്കാവും. മാസ്റ്റർ സ്ലോ മോഷനില് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വരും. മാസ്റ്റർ പറയും, ഇവിടെ വെച്ച് ഈ നിമിഷം നിങ്ങളുടെ ട്രെയിനിങ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ കാഷ്വലായിട്ട് പുറത്തിറങ്ങി നിൽക്കും. അത് കണ്ട പുസി ക്യാറ്റ് പെണ്ണ് അവളൊരു പവർ ഉപയോഗിച്ച് നിലത്തൊരൊറ്റ അടി. ആ അടിയില് നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ഒരു വലിയ കാട്ടിലേക്ക് ഇപ്പൊ തെറിച്ചു വീഴും. അവള് പറയും, നിങ്ങളുടെ പവർ അതെന്താണെങ്കിലും ഇവിടെ വെച്ച് ഉപയോഗിക്കാം, ഇവിടെ ഇപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഓരോരോ ടീമായിട്ട് പിരിഞ്ഞ് കാട്ടിലൂടെ മുൻപോട്ട് നടക്കും. മിനട്ടപ്പയ്യൻ നൈസായിട്ട് അവൻ കാര്യം സാധിക്കാൻ ഒരു മറവിൽ പോയിട്ട് അങ്ങനെ കുത്തിയിരിക്കും. അപ്പൊ അവൻ കാണും അവന്റെ തൊട്ട് മുൻപില് വലിയൊരു ബീസ്റ്റ്. മിനട്ടോ പയ്യൻ ഫ്രീസ് ആയിട്ട് നിൽക്കുമ്പോ നമ്മുടെ ഹീറോ അവൻ ചാടി വന്ന് ആ ഒരു ബീസ്റ്റിനെ ഇപ്പൊ ഇട്ടിച്ച് തെറിപ്പിക്കും. ആക്ച്വലി ഈ ഒരു ബീസ്റ്റിനെ നമ്മുടെ പുസി ക്യാറ്റ് പെണ്ണ് അവൾ ഇറക്കി വിട്ടതാണ്. ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ അത് മറ്റാരുമല്ല, സാക്ഷാൽ മാസ്റ്റർ ആണ്. കാരണം വില്ലന്മാര് അവരിപ്പോ ഒരുപാട് സ്ട്രോങ് ആയിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും അവർ അറ്റാക്ക് ചെയ്യാം. സോ അതിന് കേപ്പബിൾ ആവാനാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഇപ്പൊ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ ആൾക്കാര് വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഇപ്പൊ ടീമായി ഫൈറ്റ് ചെയ്ത് ആ ഒരു ബീസ്റ്റിനെ അതിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇപ്പൊ റിലാക്സ് ചെയ്യും. അപ്പൊ അവര് കാണും അവരുടെ ചുറ്റും ഇപ്പൊ അതുപോലെയുള്ള ഒരുപാട് ബീസ്റ്റുകള്. പക്ഷെ ഇത്തവണ നമ്മുടെ ആൾക്കാര് അവരെല്ലാവരും ചേർന്ന് വലിയൊരു ഗ്രൂപ്പാവും. ടീം വർക്കിന്റെ പവർ അതെന്താണെന്ന് കാണിച്ചു കൊടുത്ത് ഓരോരോ ബീസ്റ്റിനെ ആയിട്ട് അവരിപ്പോ തല്ലി തകർത്ത് കളയും. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാര് എല്ലാ ബീസ്റ്റുകളെയും തല്ലിക്കൊന്ന് കാടിന് നടുവിലായിട്ടുള്ള അവരുടെ ഹോസ്റ്റലിലേക്ക് ഇപ്പൊ പതിയെ നടന്നു വരും. ഒരുപാട് അടിയിടിയും പരുക്കുകളൊക്കെ പറ്റി അവിടേക്ക് വരിക. അവരെ കാണുമ്പോ ഇപ്പൊ പുസി ക്യാറ്റ് പെണ്ണുങ്ങള് അവർക്ക് ഒരുപാട് അത്ഭുതമാവും. കാരണം ഇത്രയും പെട്ടെന്ന് ഇവരാ ബീസ്റ്റുകളെ ഇപ്പൊ തല്ലി നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഇസുക്ക് പയ്യൻ പുസി ക്യാറ്റ്സിന്റെ കൂടെയുള്ള
ആ ഒരു ചിന്ന പയ്യനെ കാണാം. അവന്റെ പേരും അടിപൊളിയാണ്, കൊട്ട. നമ്മുടെ ഹീറോ പതിയെ നടന്ന് ഇപ്പൊ അവന്റെ തൊട്ടടുത്തേക്ക് വരും. ഹീറോ ചിരിച്ചിട്ട് പറയും, എന്റെ പേര് ഇസുക്ക്, US സ്കൂളിലെ പുതിയ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആണ്. നിന്നെ കാണാൻ നല്ല ക്യൂട്ടാണെന്ന് പറഞ്ഞ് അവന് ഷെയ്ക്കാൻഡ് കൊടുക്കും. പക്ഷെ ആ ഒരു ചിന്ന പയ്യൻ അവൻ കൈ ചുരുട്ടി ഇപ്പൊ ഹീറോയുടെ സെൻട്രൽ ബോൾട്ട് തന്നെ ഇടിച്ചങ്ങോട്ട് തകർക്കും. ഹീറോയുടെ കിളി പോയത് കണ്ട് ഇപ്പൊ കണ്ണാടി പയ്യൻ അവൻ കൊട്ടപ്പയ്യനോട് ദേഷ്യപ്പെടും. പക്ഷെ അവൻ അത് മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ മുൻപോട്ട് നടക്കും. ചപ്രത്തലേനാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. അവൻ ഹീറോയുടെ അവസ്ഥ കണ്ട് ഇപ്പൊ പൊട്ടിച്ചിരിക്കും. ഇവിടെ മാസ്റ്റർ ആള് ഫുൾ കലിപ്പില് നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഫ്രഷായി ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കണം. നാളെ മുതൽ നമ്മുടെ റിയൽ ട്രെയിനിങ് അത് ആരംഭിക്കുകയാണ്. അത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ മുട്ടടിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പൂളില് നമ്മുടെ ആൾക്കാർ ഹായായിട്ട് കുളിക്കും. മിനുട്ട പയ്യനാണെങ്കിൽ ഒരു ചുമര് നോക്കി അങ്ങനെ അയവിറക്കും. കാരണം ആ ചുമരിന്റെ അപ്പുറത്താണ് ഗേൾസ് കുളിക്കുന്നത്. അത് കണ്ട് ലിഡാ പയ്യൻ ഇപ്പൊ ഒരുപാട് ദേഷ്യപ്പെട്ട് അവനോട് തിരികെ വരാൻ പറയും. പക്ഷെ അവൻ കേക്കില്ല. അവൻ ആ ബോൾസ് ഉപയോഗിച്ച് ചുമരിൽ പിടിച്ചു പിടിച്ച് ആ ഒരു ചുമരിന്റെ ഏറ്റവും മുകളിലെത്തും. മിനുട്ട പയ്യൻ തലയുയർത്തി ഗേൾസിന്റെ കുളിസീൻ നോക്കുന്ന ആ ഒരു സമയത്ത് വീഴാണ് അവന്റെ തലയ്ക്കൊരടി. അവന്റെ ടവൽ ഊരിപ്പോയി. മിനട്ടപ്പയ്യൻ നേരെ പോയി കണ്ണാടിപ്പയ്യന്റെ തലയിൽ വീഴും. അവനെ തട്ടിയിട്ടത് ആ കൊട്ടപ്പയ്യൻ ദേഷ്യത്തില് ഇപ്പൊ വിളിച്ചു പറയും, ആദ്യം നീ ഒരു മനുഷ്യനായി മാറുമെന്ന് പറഞ്ഞ് കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിക്കും. പക്ഷെ എന്താ, കൊട്ടപ്പയ്യന്റെ കൺട്രോൾ പോയി അവൻ താഴേക്ക് വീഴും. അപ്പൊ ഇസുക്ക് പയ്യൻ ചാടി വീണ് അവനെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും കൊട്ടപ്പയ്യൻ അവൻ ഒരുപാട് പേടിച്ച് ഇപ്പൊ പനി പിടിക്കും. അപ്പൊ പുസിക്കാറ്റ് പെണ്ണിനോട് ഇപ്പൊ ഹീറോ ചോദിക്കും, ഇവനെന്താ സൂപ്പർ ഹീറോസിനോട് ഇത്രയും ദേഷ്യം? അതിനവള് പറയും, ആക്ച്വലി ഇവന്റെ പപ്പയും അമ്മയും സൂപ്പർ ഹീറോസ് ആയിരുന്നു. അവരൊരുപാട് കഷ്ടപ്പെട്ട് ആരുടെയോ ജീവൻ രക്ഷിക്കുന്നതിനിടയില് മരണപ്പെട്ടു. അന്നു മുതല് ഇവന് സൂപ്പർ ഹീറോസിനെ ഇഷ്ടല്ല. അവന്റെ ലോകം തന്നെ അവന്റെ അച്ഛനും അമ്മയായിരുന്നു. സത്യം പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും അവന്റെ കസിൻസ് ആണ്. പക്ഷെ ഞങ്ങൾ സൂപ്പർ ഹീറോസ് ആയി പോയതിന്റെ പേരില് ഞങ്ങളോട് പോലും അവൻ ശരിക്കും മിണ്ടാറില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ മാസ്റ്റർ ആള് സ്റ്റുഡൻസിനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ തുടങ്ങും. എല്ലാവരും കറക്റ്റായിട്ട് വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ട്രെയിനിങ് എടുത്താൽ മാത്രമേ സൂപ്പർ ഹീറോ ലൈസൻസ് അത് നിങ്ങൾക്ക് എത്രയും വേഗം കിട്ടുള്ളൂ. മാസ്റ്റർ ഉടനെ ഒരു ബോൾ എടുത്ത് ഇപ്പൊ ചപ്രത്തലേന്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ആ ഒരു ബോള് അവന്റെ ഫുൾ പവർ എടുത്ത് വലിച്ചെറിയാൻ പറയും. ആക്ച്വലി ഇതേ ഗെയിമാണ് അവർ US സ്കൂളിലേക്ക് ഫസ്റ്റ് വന്നപ്പോ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇവർക്കിപ്പോ എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി എന്നറിയാനാണ് മാസ്റ്റർ വീണ്ടും ഇത് ചെയ്യിപ്പിക്കുന്നത്. ചപ്രത്തലേൻ ആ ബോൾ പിടിച്ച് അവന്റെ ഫുൾ പവറില് വലിച്ചൊരൊറ്റ ഏറ്. അവന്റെ കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് 705.2. ഇത്തവണ അത് 709.2 മാറും. പക്ഷെ ചപ്രത്തലേൻ അവൻ ആകെ ഡിസപ്പോയിന്റഡ് ആവും. കാരണം വളരെ കുറച്ച് മാത്രമേ അവൻ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൂ. പിന്നീട് ഓരോരുത്തരായിട്ട് ഇപ്പൊ ബോൾസ് എറിഞ്ഞു കൊണ്ടേയിരിക്കുകയാണ്. മാസ്റ്റർ പറയും, നാളെ മുതൽ ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ എബിലിറ്റി പവർ അതെല്ലാം ഇൻക്രീസ് ചെയ്യണം. കട്ട് ചെയ്ത ആ ഡോമർ വില്ലനെ കാണിക്കും. അവന്റെ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ ഓൾറെഡി ഒരുപാട് വില്ലന്മാര് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഡോമർ വില്ലൻ പറയും, US സ്കൂളിലെ സ്റ്റുഡൻസ് അവരുടെ ട്രെയിനിങ് നടക്കുന്ന സ്ഥലം അത് ഞാൻ കണ്ടുപിടിച്ചു. ഒറ്റ ഒന്നിനെയും വെറുതെ വിടാതെ കൊന്നു തള്ളണം എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.